ആഹാ, ഇന്ന് നല്ല ചൂടാണല്ലോ വെള്ളത്തിന്. നല്ല രസമുണ്ടായിരുന്നു കുളിക്കാൻ. ഇതാരാ വിളിക്കുന്നേ? ആ, ഇത് നമ്മളെ അയൺമാൻ ആണല്ലോ. ഹലോ അയൺമാനെ. ആടാ, നീയല്ലേ അന്ന് പറഞ്ഞത് നിനക്ക് എൻ്റെ സ്യൂട്ട് വേണമെന്ന്? ആ, ഞാൻ പറഞ്ഞു. ആ, അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു എനിക്കൊരു സ്യൂട്ട് തരണമെന്ന്. സത്യമായിട്ടും? ആ, നിനക്ക് തരണമെന്നുണ്ട്. അപ്പോൾ നീ പാർക്കിലോട്ടേക്ക് വാ, അവിടുന്ന് ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യം. ഓക്കെ അയൺമാൻ, ഞാൻ പെട്ടെന്ന് വരാം. സോ ഗൈസ്, അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൺമാനോട് സ്യൂട്ട് വേണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ അയൺമാനെ നമുക്ക് തരാൻ പോവുകയാണ് ഗൈസ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഗൈസ്. അതേപോലെ നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എക്സൈറ്റഡോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളിതാ അങ്ങനെ പാർക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മളെ അയൺമാൻ ഉള്ളത്. ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് നമ്മളെ അയൺമാൻ സ്യൂട്ട് കിട്ടാൻ പോവുകയാണ് ഗൈസ്. അയൺമാൻ സ്യൂട്ട് തരും എന്ന് പറഞ്ഞിട്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്, കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന്. എന്താ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ കാര്യം? അങ്ങനെ ഈ സ്യൂട്ട് നിനക്ക് വെറുതെ തരാൻ പറ്റൂല. നല്ല കഷ്ടമുണ്ടടാ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. ഓക്കെ, അതെനിക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിന് നല്ല പൈസയാണ് ഈ സ്യൂട്ടിന്. ഓക്കെ, നല്ല പൈസയാണ് അതിന്. അപ്പോൾ ഞാൻ എനിക്കൊരു ടാസ്ക് തരാം. നീ എനിക്ക് ഒരു 2 സൂപ്പർ കാർ ഒപ്പിച്ചു തരണം. 2 സൂപ്പർ കാറോ? അയൺമാനെ, എൻ്റെ അത്ര പൈസ ഒന്നുമില്ല അയൺമാനെ. ആടാ, ഇത് നല്ല പൈസ ഉണ്ടടാ. ഈ സ്യൂട്ടൊക്കെ ഉണ്ടാക്കുന്നത് ചെറിയത്തെ കഷ്ടമൊന്നുമല്ല, നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. അപ്പം നീ എന്തായാലും എനിക്ക് 2 സൂപ്പർ കാർ തന്നില്ലെങ്കിൽ ഞാൻ എനിക്ക് സ്യൂട്ടും തരൂല. അയ്യോ അയൺമാനെ, അങ്ങനെ പറയല്ലേ, ഞാൻ ഒപ്പിച്ചുതരാം. ഓക്കെ, നീ എങ്ങനെയെങ്കിലും ഒപ്പിക്കേ. ഓക്കെ, നിനക്ക് കുറച്ച് സമയമേ ഉള്ളൂ, അപ്പോഴത്തേക്കും നീ എനിക്ക് 2 സൂപ്പർ കാർ ഒപ്പിക്കണം. അല്ല അയൺമാനെ, എന്തിനാ സൂപ്പർ കാർ? അയൺമാൻ്റെ സ്യൂട്ടില്ലേ? എടാ, സ്യൂട്ട് ഇട്ടിട്ട് എനിക്ക് മടുത്തടാ. എനിക്കിപ്പോൾ ഒരു സൂപ്പർ കാറൊക്കെ ഓട്ടിക്കണമെന്നുണ്ട്. ഓക്കെ അയൺമാനെ, ഞാൻ ഒപ്പിക്കാൻ കഴിയുന്ന നോക്കട്ടെ. കഴിഞ്ഞാൽ മാത്രം പോരടാ, നിനക്ക് എന്തായാലും പറ്റണം. ഓക്കെ അയൺമാനെ, ശരി. അല്ല, എവിടത്തേക്കാ ഞാൻ ഈ കാറ് കൊണ്ടുതരണ്ടേ? അതാ ഇവിടത്തേക്ക് എന്നെ കൊണ്ടു തന്നാൽ മതി. ഓക്കെ അയൺമാൻ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഒപ്പിച്ചുതരാം. സോ ഗൈസ്, നമുക്ക് അയൺമാൻ്റെ സ്യൂട്ട് വേണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഗൈസ്. കാരണം എന്ന് വെച്ചെങ്കിൽ അയൺമാന് എങ്ങനെയും 2 സൂപ്പർ കാർ വേണമെന്നാണ് പറയുന്നുള്ളത്. ഈ സൂപ്പർ കാർ ഒപ്പിക്കാൻ എൻ്റെ പൈസ ഉണ്ടോയെന്ന് വെച്ചെങ്കിൽ കുറച്ചുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. എനിക്കിപ്പോൾ അയൺമാൻ്റെ സ്യൂട്ട് എങ്ങനെയും വേണം ഗൈസ്. നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് വന്നെന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഈ അയൺമാന് 2 സൂപ്പർ കാർ വാങ്ങാനുള്ള പൈസയൊന്നും ഉണ്ടായില്ല. ഓക്കെ, എൻ്റെ ഒരു ബൈക്കും ഒരു കാറും ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് വിറ്റിട്ടെങ്കിലും ഇത് ഒപ്പിക്കണം ഗൈസ്. ഓക്കെ, സോ ഞാൻ എൻ്റെ പൈസ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. നമ്മൾ വിചാരിച്ചത്ര പൈസയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാനന്ന് മോട്ടുവിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5 ലക്ഷം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കി വന്നത് ഏകദേശം ഇപ്പോൾ എനിക്കൊരു 30 ലക്ഷം കിട്ടിയിട്ടുണ്ട്. എന്നാലും 30 ലക്ഷം ഒന്നും പോരാ ഗൈസ് ഒരു സൂപ്പർ കാർ വാങ്ങാൻ വേണ്ടിയിട്ട്. 30 ലക്ഷത്തിന് ഒരു സൂപ്പർ കാർ ഇവിടെ കിട്ടും. അപ്പോൾ രണ്ടാമത്തെ സൂപ്പർ കാർ വാങ്ങണമെങ്കിൽ ഏകദേശം 30-40 ലക്ഷം വേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് അത് ഒപ്പിക്കണമെങ്കിൽ ഇത് വിറ്റേ പറ്റൂ ഗൈസ്. ഈ കാർ കൊടുക്കാൻ പോയാണ് ഗൈസ്. ഇതിൽ തന്നെ എനിക്ക് അത്യാവശ്യം പൈസ കിട്ടും. ഇപ്പം എൻ്റെ 30 ലക്ഷം ഉണ്ടല്ലോ, അപ്പോൾ ഇനിയൊരു കാർ വാങ്ങാനുള്ള പൈസ വേണ്ടു. ഓക്കെ, അയൺമാന് സൂപ്പർ കാർ ഒപ്പിക്കാനുള്ള പൈസ ഒക്കെ എനിക്ക് ഇങ്ങനെ കിട്ടിക്കോളും. അല്ലാണ്ട് ഞാൻ മോശം കള്ളത്തരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഞാൻ നല്ലതാണ്. ഓക്കെ, ഞാൻ എന്താ വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു കാർ വാങ്ങിയിട്ട് പോവാം. ഓക്കെ, ഇല്ലെങ്കിൽ നടന്നിട്ട് പോകേണ്ടി വരും. താങ്കൾ ആ പുറത്ത് കാണുന്ന കാറിന് എത്ര പൈസ തരും? എടാ, അതിനൊരു 30-35 ലക്ഷം തരാൻ പറ്റും. 35 ലക്ഷമോ? ഓക്കെ, എന്നാ ആ കാർ എടുത്തിട്ട് 35 ലക്ഷം താ. എടാ, ഇന്നാ. ഓക്കെ, താങ്ക് യു. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 30 ലക്ഷം കിട്ടുന്നതാണ്, പക്ഷേ എനിക്കിതാ 35 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു പൈസയാണ്. ഓക്കെ, ഇപ്പം എൻ്റെ ടോട്ടല് നേരത്തെ 30 ലക്ഷം ഉണ്ടായിരുന്നു, ഇപ്പോൾ 35 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 65 ലക്ഷം ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, സോ 65 ലക്ഷത്തിന് നമുക്കൊരു സൂപ്പർ കാർ ഇവിടെ കിട്ടും. ഓക്കെ, ഇവിടെ നല്ല ലാഭത്തിന് കാറുകളൊക്കെ കിട്ടും. അപ്പോൾ ചേട്ടാ, 65 ലക്ഷത്തിന് ഏത് സൂപ്പർ കാറാണ് ഇവിടെ ഉള്ളത്? എടാ, അതാ ഇപ്പം കാണുന്ന ആ ഒരു ചുവപ്പ് കാറില്ലേ? ആ ഫെറാറിയുടെ കാറാണോ? അതന്നെ, അത് സൂപ്പർ കാറാണ്. അതിന് 65 ലക്ഷം കൊടുത്താൽ ഇവിടെ കിട്ടും. ഓക്കെ ചേട്ടാ, ഇവിടെ നല്ല ലാഭമാണല്ലോ കാറുകൾക്കൊക്കെ. ആടാ, ഇവിടെ കുറച്ച് ലാഭത്തിനാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 55 ലക്ഷത്തിന് തരാൻ പറ്റും. അപ്പം എന്തായാലും എനിക്ക് 55 ലക്ഷത്തിന് ആ സൂപ്പർ കാർ താ. നീ എന്തായാലും 55 ലക്ഷം തന്നിട്ട് ആ കാർ എടുത്ത് പോയിക്കോ. ഓക്കെ, ഇന്ന് 55 ലക്ഷം. ഓ ഗൈസ്, നമ്മളിതാ ആ കാറാണ് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇവിടെയൊക്കെ കാറിനൊക്കെ നല്ല പൈസ കുറവായതുകൊണ്ട് 55 ലക്ഷത്തിന് കാർ കിട്ടി ഗൈസ്.
ഓക്കെ നമ്മളങ്ങനെ നമ്മളെ കയ്യിൽ കാറൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളിതാ ഓട്ടോ പിടിച്ച് പോകുന്നുണ്ട്. സോ ഗൈസ് നമ്മളങ്ങനെ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു ബൈക്കും കൂടിയേ ഉള്ളൂ ഗൈസ് വിൽക്കാൻ. എൻ്റെ ഒക്കെ ഇപ്പോൾ ഉള്ളത് 10 ലക്ഷം മാത്രമാണ് ഗൈസ്. അപ്പോൾ ഇതിനൊരു 40 ലക്ഷമെങ്കിലും കിട്ടണം, എന്നെങ്കിലും മാത്രമേ നമുക്ക് അടുത്ത സൂപ്പർ കാർ വാങ്ങാൻ പറ്റൂ. ഓക്കെ അതെ ചേട്ടാ, ആ പുറത്ത് കാണുന്ന ബൈക്കിന് താങ്കൾ എത്ര പൈസ തരും? എടാ അതിനൊരു 30 ലക്ഷമേ തരാൻ പറ്റുവാടാ. 30 ലക്ഷമൊക്കെ കിട്ടുമോ? ഞാൻ വിചാരിച്ചില്ല ഗൈസ് ഇത്രയൊക്കെ കിട്ടുമെന്ന്. ഓക്കെ പക്ഷേ ചേട്ടാ കുറച്ചും കൂടി അധികം താ ചേട്ടാ. അധികം തരാനൊക്കെ പറ്റും, പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബൊക്കെ കുറവാണ്. അപ്പോൾ നിൻ്റെ വ്യൂവേഴ്സിനോട് പറ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ അപ്പോൾ ഗൈസ് നിങ്ങളൊന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിതാ ആ ബൈക്കും വാങ്ങിയിട്ട് അയൺമാൻ്റെ സ്യൂട്ട് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ അത് ചെയ്തു. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോണ്ട് നിനക്കതിന് 50 ലക്ഷം ആക്കി തരാം. 50 ലക്ഷമോ? മതി. ഓക്കെ ഇപ്പം എൻ്റെ ഒക്കെ ടോട്ടലി 60 ലക്ഷമുണ്ട്. അപ്പോൾ താങ്കൾ പറയൂ 60 ലക്ഷത്തിന് എന്ത് സൂപ്പർ കാറാണ് ഇവിടെ ഉള്ളത്? അതാ കാണുന്ന GTR ഉണ്ടോ? ഓക്കെ ആ GTR. ഓക്കെ അപ്പോൾ അത് ഞാൻ പർച്ചേസ് ആക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കിത് പെട്ടെന്ന് പാർക്കിൽ വെച്ചിട്ട് വരാം. ഓക്കെ നമ്മളങ്ങനെ ഇതാ 2 സൂപ്പർ കാറുമായിട്ട് ഇതാ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അതാ അയൺമാനെ 2 സൂപ്പർ കാർ പറഞ്ഞ പോലെ എത്തിച്ചിട്ടുണ്ട്. ആടാ ഇതിന് കുറേ പൈസയോ? പിന്നെ ഞാൻ എൻ്റെ ഒരു ബൈക്കും കാറും വിറ്റിട്ടാണ് ഇത് ഒപ്പിച്ചിരുന്നത്. ഓക്കെ പ്രശ്നമില്ലടാ. പ്രശ്നമില്ലെന്നാ, എൻ്റെ ഇപ്പോൾ ഒരു പൈസ പോലും ബാക്കിയില്ല. ഓക്കെ അപ്പോൾ അതാ ഞാൻ ഒരു സ്യൂട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ ഓക്കെ ഞാനും അയൺമാനെ പോലെ ആയി. അപ്പം എന്തായാലും താങ്ക് യു. ഗൈസ് ഈ സ്യൂട്ടിന് എന്തൊക്കെയോ പവർ ഉണ്ട്. അപ്പം നമ്മളത് ചെക്ക് ചെയ്യാൻ പോയാണ്. ഒന്നാമത് ഈ സ്യൂട്ട് ഇട്ട് പറക്കാൻ പറ്റൂല എന്നാണ് അയൺമാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എന്താ അയൺമാൻ സ്യൂട്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിന് ഇട്ടാൽ നല്ല ഓട്ടം കിട്ടും ചാട്ടം കിട്ടും എന്നൊക്കെ പറഞ്ഞു. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ് ഞാനങ്ങനെ ഓടാൻ പോയാണ്. ഓക്കെ ഗൈസ് അങ്ങനെ നല്ല ഓട്ടമൊക്കെ ഉണ്ട്. ഓക്കെ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയൊന്നും വേണ്ട ഗൈസ്. ഇനി നമുക്ക് ചാട്ടം നോക്കാം. ഗൈസ് നല്ല ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ അയൺമാൻ്റെ സ്യൂട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും കൂടി ചെയ്തേക്കാം. ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ.